ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫേമസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിനു മുമ്പുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നും മലപ്പുറത്തേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ ഇതാ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വാണിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ട്രെയിൻ ഇറങ്ങി. എല്ലായ്പ്പോഴും നിലമ്പൂരാണ് കേട്ടോ നമ്മൾ ഇറങ്ങാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നിലമ്പൂർ എന്തോ പണി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാണിയമ്പലത്താണ് ഇറങ്ങിയത്. സ്റ്റേഷനിൽ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ നേരെ കസിൻ്റെ ഓട്ടോയിൽ കയറിയിട്ട് ഇക്കാടെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നേരെ പോണത്. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങാടിയിൽ ഇതാ കടകളൊന്നും തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ പറമ്പ എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. ബ്രദറിൻ്റെ വീട് അവിടെയാണ്. മലപ്പുറത്ത് ഇപ്പോഴത്തെ ആ ഒരു ചൂടുള്ള കാലാവസ്ഥയെക്കുറിച്ചും പിന്നെ ഇലക്ഷൻ്റെ ചൂടിനെ കുറിച്ചുമൊക്കെ ഇക്കായും കസിനും കൂടി നല്ല പൊരിഞ്ഞ ചർച്ചയിലാണ്. ചർച്ച ഏകദേശം പൂർത്തിയായപ്പോഴേക്കും ഇതാ വണ്ടി ബ്രദറിൻ്റെ വീടിൻ്റെ മുന്നിലെത്തി. ഇടയ്ക്ക് ട്രെയിനിൽ വെച്ചിട്ട് ബ്രദറിൻ്റെ വൈഫ് വിളിച്ചിരുന്നു, നിങ്ങളെവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നമ്മൾ വീടെത്തിയതിന് ശേഷം വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇറക്കിയതിന് ശേഷം മക്കളെ മദ്രസയിലാക്കാൻ വേണ്ടിയിട്ട് കസിൻ വേഗം തിരിച്ചുപോയി. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരുന്നതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും കുളിച്ച് ഫ്രഷായി. ഇപ്പോൾ ദാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചിന്നത അടിപൊളി കടലക്കറിയും പുട്ടും ഒക്കെ നമുക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചിന്ന എന്നാണ് കേട്ടോ നമ്മൾ വിളിക്കാറുള്ളത്, ബ്രദറിൻ്റെ വൈഫാണ്. ചിന്നയുടെയും കസിൻ്റെയും ഒക്കെ മലപ്പുറം ഭാഷ കേൾക്കാൻ നല്ല രസമാണ്. അവരുടെ വർത്തമാനം കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സമയം പോണതറിയില്ല. പിന്നെ കുറേയൊക്കെ മനസ്സിലാവും കേട്ടോ, നമുക്ക് കുറച്ചൊക്കെ പിടികിട്ടാതെ ഉണ്ടാവും. അപ്പോൾ ഒരു രസമാണ് കേൾക്കാനായിട്ട്. പിന്നെ കാസർഗോഡത്തെ ഭാഷ അറിയുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് മലപ്പുറത്തെ ഭാഷ കുറേയൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മക്കൾ പിന്നെ കിടന്നിട്ടേ ഇല്ല. ബ്രദറിൻ്റെ മക്കളെ കണ്ട സന്തോഷത്തിൽ പിന്നെ അവരോടൊപ്പം കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നല്ല ബിസിയാണ്. അവർ ഹോട്ടലും ഷെഫും ഒക്കെ ആയിട്ട് കളിക്കുന്നതിനിടയിൽ ഞാനും ഇടയ്ക്കൊന്ന് ജോയിൻ ചെയ്തു. പിസയും ഡോണറ്റും കേക്കും ഒക്കെ കഴിച്ചു. അതിനോടൊപ്പം കിവിയുടെ ഷെയ്ക്കും കൂടി അടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോയ്സൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് കുട്ടികൾക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ടോയ്സാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് പിന്നാമ്പുറ കാഴ്ചകളൂടെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ്. അത് ഇവിടെ ബെഡ്റൂമിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അവിടെയാണ് കേട്ടോ കളിക്കുന്നത്. പിന്നെ മക്കളുടെ കളിയൊക്കെ അങ്ങനെ കുറച്ച് നേരം ആസ്വദിച്ചതിന് ശേഷം ഞാൻ മെല്ലെ കിച്ചണിലേക്ക് കയറി. അവിടെ ചിന്ന നല്ല തിരക്കിട്ട കുക്കിംഗ് പണിയിലാണ്. ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുള്ളി ഒന്ന് വഴറ്റിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കൂടി. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണം ഉണ്ടാവും, പോയി കിടന്നോ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷേ ഞാനതൊന്നും കൂട്ടാക്കിയില്ല. ആളിന് ഒന്ന് ചെറുതായിട്ടെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ അത്രയായല്ലോ എന്ന് കരുതിയിട്ട് ഞാനും കിച്ചണിലേക്ക് കയറിയതാണ്. ഈ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇക്കാടെ ഉമ്മ വെക്കുന്ന ചെമ്മീൻ റോസ്റ്റ് എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. ഞാനതിലേക്ക് പൊടികളൊക്കെ ആവശ്യത്തിന് ചേർത്ത് വഴറ്റിയപ്പോഴേക്കും ചിന്ന അതിലേക്ക് കഴുകിയ കൊഞ്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചൊരങ്ങയില്ലേ അത് മുറിച്ചെടുക്കുകയാണ്. ചൊരങ്ങ അല്ലെങ്കിൽ ഇതിൽ കുമ്പളങ്ങ ഇട്ടും ഈ ഒരു കറി വെക്കും എന്നൊക്കെ ചിന്ന പറയുകയാണ്. അപ്പം അങ്ങനെ റെസിപ്പിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചർച്ച ചെയ്ത് നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചു. ചുരങ്ങയിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിന്ന പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ കൊഞ്ച് നന്നായിട്ട് വറ്റിച്ചെടുത്തു.
കൊഞ്ച് റോസ്റ്റും റെഡിയായതിന് ശേഷം പിന്നെ ഞാൻ എന്താ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി വീടും പരിസരമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ചെടികളും വാഴയൊക്കെ ചൂടേറ്റ് നല്ലോണം വാടിയിട്ടുണ്ട്. ഇടയ്ക്ക് പ്ലംബർ വന്നപ്പം ചിന്ന ബിസിയായി. അപ്പോൾ അവൾ മസാല പുരട്ടി ഫ്രൈ ചെയ്യാൻ വെച്ച ഫിഷ് ഞാൻ പിന്നെ ഒന്ന് മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ കുറച്ച് നേരം കിടന്നു റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. മക്കളും എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ റിലാക്സ് ആയിട്ട് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇക്ക പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു കടയിൽ ഇറങ്ങിയതാ. രാവിലെ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നില്ലേ, ആ ഒരു കസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അതായത് എൻ്റെ വാപ്പാടെ പെങ്ങളുടെ മകൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത് പാറക്കപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. കസിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു പുഴയൊക്കെ ഉണ്ട്. പ്രകൃതി ഭംഗിയുടെ എന്താ പറയുക, ഒരു പീക്ക് ലെവലിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തപ്പോൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്തു ഇന്നിപ്പോൾ എവിടെ പോവാന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ കതിറിലേക്കാണ് കേട്ടോ പോയത്. ആക്ച്വലി ഇത് കതിർ ഫാം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഈവനിങ് ഒക്കെ നമുക്ക് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാടം പോലത്തെ ഒരു പ്രദേശമാണത്. ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഐഡിയ ആണ് കേട്ടോ ഇത്, ഈ ഒരു ഫാം. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ആ ഒരു പാടത്തിൽ ബോട്ടിങ്ങും പിന്നെ നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് സെറ്റ് ചെയ്തതാണ്. കസിനും കസിൻ്റെ വൈഫ് ഹസ്നയും പിന്നെ ചിന്നയും മക്കളും ഞങ്ങളും കൂടി ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു ഈവനിങ് അടിച്ച് പൊളിച്ചു ഞങ്ങൾ. കതിർ ഫാമിലേക്കുള്ള എൻട്രി ഫീ വെറും 20 രൂപയേ ഉള്ളൂ. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻട്രൻസിൽ തന്നെ കുറേ ബേർഡ്സും ആനിമൽസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. കാടക്കോഴി, വിവിധ തരം റാബിറ്റുകളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ നിറയെ വൈറ്റ് നിറത്തിലുള്ള താറാവുകളാണ് കേട്ടോ. അതിങ്ങനെ സ്വതന്ത്രമായിട്ട് ഒരു കുളത്തിലും കരയിലും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ കണ്ടു വരുമ്പോൾ ഉള്ളിലേക്ക് നടക്കാനായിട്ട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന മണ്ണിട്ട വഴികളും റോഡുകളും ഒക്കെയാണ് കേട്ടോ. ചുറ്റും കവുങ്ങും തെങ്ങും മരങ്ങളും പാടവും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബുള്ള സ്ഥലമാണ്. ഈ ഒരു കുളത്തിൽ നിന്ന് മീനൊക്കെ പിടിച്ചിട്ട് ഓൺ ദ സ്പോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ ഈ ഒരു പാടം നിറയെ സൂര്യകാന്തി പൂക്കളൊക്കെ നിറഞ്ഞിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഈ ഒരു വേനലിലും പച്ചപ്പിനും വെള്ളത്തിനും ഇവിടെ യാതൊരു കുറവുമില്ല. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരു അടിപൊളി പാർക്കും ഇതിനകത്തുണ്ട്. അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഉപകരണങ്ങളൊക്കെ അടങ്ങിയ ഒരു പാർക്കാണിത്. കുഞ്ഞു മനസ്സുള്ള കുറച്ച് വലിയ ആൾക്കാരും ഇവിടെ എൻജോയ് ചെയ്യുന്നത് കാണാം. പിന്നെ ചെറിയ ചെറിയ കുളങ്ങളും അതിന് ചുറ്റും നിറയെ പൂക്കളൊക്കെ ഉള്ള ഗാർഡനും പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റും ഇതിനകത്തുണ്ട്. മക്കൾക്ക് ഇവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. അവരെങ്ങനെ അത് കഴിച്ച് എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ബോട്ടിൻ്റെ ഷേപ്പിലുള്ള മറ്റൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. ചുറ്റും ജലാശയവും അതിന് നടുക്കായിട്ട് ഒരു തുരുത്തും. ആ തുരുത്തിലേക്കുള്ള ഒരു തൂക്കുപാലമാണ് കേട്ടോ ഇത്. ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് തന്നെ നടന്ന് തളർന്നു കഴിയുമ്പം ഇടയ്ക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഇവിടെ സജ്ജമാണ്. അങ്ങനെ നമ്മളും ആ ഒരു തൂക്കുപാലം മുറിച്ചു കടന്നു. അപ്പോഴേക്കും വിശാലമായ ഒരു വിശ്രമ സ്ഥലത്തേക്ക് എത്തി. അവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി പ്രകൃതി ഭംഗിയാണ് കേട്ടോ. ആ ഒരു ജലാശയത്തിലേക്ക് ഏകദേശം പകുതി വരെ പോകാനായിട്ട് വീണ്ടും ഒരു പാലമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ചെറിയൊരു ഹട്ട് പോലെ. അപ്പോൾ അവിടേക്ക് നിന്നിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ചേർത്തേക്കാം. പിന്നെ ഈ ഒരു ജലാശയത്തിൽ തന്നെ ബോട്ടിങ്ങും ഉണ്ട്. അപ്പോൾ എൻജിൻ ബോട്ടുകളൊന്നുമില്ല, എല്ലാം പെഡൽ ബോട്ടുകളാണ്. തികച്ചും പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന രീതിയിലുള്ള ഒരു ബോട്ടിംഗ് സമ്പ്രദായമാണ് കേട്ടോ. വളരെ മനോഹരമായ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇപ്പം നല്ല തിരക്കുമാണ്.
പ്രോഗ്രാംസും ഗെറ്റ് ടുഗദറും സെമിനാറും ഒക്കെ നടത്താൻ പറ്റിയ ഒരു അടിപൊളി ഹാളും ഇതിനകത്തുണ്ട്. ഗാലറി പോലെ ഇരിക്കാൻ പറ്റിയ ഇരിപ്പിടങ്ങളൊക്കെ കുട്ടികൾക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് മക്കളൊക്കെ ഐസ്ക്രീം കഴിക്കുകയാണ്. അങ്ങനെ കുറേ നടന്നതിന് ശേഷം നമ്മളിതാ ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഫലൂഡ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. ഫലൂഡ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതാ നേരം ഇരുട്ടി തുടങ്ങി. ഇത് പിന്നെ തേവ് ചക്രമാണ്. പണ്ട് കാലത്തൊക്കെ വയലിൽ വെള്ളം നനയ്ക്കാനായിട്ട് ഇതിങ്ങനെ ചവിട്ടിയിട്ടാണ് വെള്ളമൊക്കെ പമ്പ് ചെയ്തിരുന്നത്. ആ ഒരു സംഭവമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് അതൊരു നല്ല അനുഭവമായിരിക്കും. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ അടുത്തറിയാനുള്ള ഒരു അവസരം കൂടിയാണിത്. ദീപാലങ്കൃതമായ ആ ഒരു രാത്രി കതിരിൽ നിന്ന് നമ്മൾ വിടവാങ്ങി. എന്നിട്ടിപ്പോൾ ഇതാ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഹോട്ടൽ കസാമിയയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഇന്നത്തെ യാത്ര അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ആ ഫുഡ് എത്താൻ വേണ്ടി വൈകിയപ്പോഴേക്കും അവർ പിന്നെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ കളി തുടങ്ങി. മക്കളുടെ കുസൃതികളും കളിയും ചിരിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ദിവസം പോയത് തന്നെ അറിഞ്ഞില്ല. പിന്നെ ഓർഡർ ചെയ്ത ഫുഡ് വരാനായിട്ട് കുറച്ചധികം സമയമെടുത്തു. ആ ഒരു സമയം വരെയും കസിൻ്റെ മക്കൾ അടിപൊളി വൈബായിരുന്നു. അവരുടെ തമാശകളൊക്കെ കേട്ട് അങ്ങനെ ചിരിച്ചിരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഇതാ കുറേ കാത്തിരിപ്പിന് ശേഷം നമുക്കുള്ള ഫുഡ് വന്നു. ഇനിയിപ്പോൾ എന്താ ഫുഡ് കഴിക്കൽ തന്നെ. നമ്മൾ ചിക്കൻ ബ്രോസ്റ്റും പൊറോട്ടയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ വോയിസ് അത്ര ക്ലിയർ ഒന്നുമില്ല. എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഇതൊക്കെയാണ് അപ്പോൾ മലപ്പുറത്ത് ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ. വരും ദിവസങ്ങളിലുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിലൂടെ അറിയിക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.